ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ. യഹോവയായ ദൈവം ആവർത്തന പുസ്തകത്തിലൂടെ മോശയിലൂടെ ഇസ്രായേൽ മക്കളോട് പറയുന്നതാണ്. അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ, നിങ്ങളെയോ ഇന്നുള്ളതുപോലെ തനിക്ക് അവകാശമായിരിക്കേണ്ടതിന് യഹോവ തിരഞ്ഞെടുത്ത് നിങ്ങളെ മിസ്രയീം എന്ന ഇരുമ്പുലയിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. മിസ്രയീമിൻ്റെ അടിമത്തത്തിൽ നിന്ന്, ഇരുമ്പുലയിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന് ഇന്ന് നിങ്ങളെ വലിയൊരു ശ്രേഷ്ഠമായ ജാതിയാക്കി തീർത്തു. ഞാൻ നിങ്ങൾ ജനിച്ച സ്ഥലം നമുക്കറിയാമോ? ജനിച്ച സാഹചര്യം അറിയാമോ? വളർന്ന സാഹചര്യം അറിയാമോ? ഒരു 5 വയസ്സ് വരെയുള്ള കാര്യങ്ങൾ ഓർക്കുന്നുണ്ടോ? 12 വയസ്സ് വരെയുള്ള കാര്യങ്ങൾ ഓർക്കുന്നുണ്ടോ? 25 വയസ്സ് വരെയുള്ള കാര്യങ്ങൾ ഓർക്കുന്നുണ്ടോ? 40 വയസ്സ് വരെയുള്ള കാര്യങ്ങൾ ഓർക്കുന്നുണ്ടോ? 70 വയസ്സ് വരെയുള്ള കാര്യങ്ങൾ ഓർക്കുന്നുണ്ടോ? 80 വയസ്സ് വരെയുള്ള കാര്യങ്ങൾ ഓർക്കുന്നുണ്ടോ? ഓരോ ദിനങ്ങളിലും ഓർത്തോർത്ത് ജീവിക്കുവാനായിട്ട് നമ്മൾ എവിടെ ജനിച്ചുവെന്നും ഇന്ന് നമ്മൾ ആരായിരിക്കുന്നുവെന്നും ഓർക്കുന്നത് ജീവിതത്തിൽ അനുഗ്രഹമാണ്, നന്മയാണ്. അതുകൊണ്ടാണ് യഹോവയായ ദൈവം മോശയിലൂടെ ഇസ്രായേൽ മക്കളുടെ അഹങ്കാരത്തിൻ്റെ മുൻപിൽ, ആർഭാടത്തിൻ്റെ മുൻപിൽ, ആഹ്ലാദ തിമിർപ്പിൻ്റെ മുമ്പിൽ പറയുകയാണ്, നിന്നെ ഞാൻ ഇരുമ്പ് ചങ്ങലയിൽ നിന്ന്, ഇരുമ്പുലയിൽ നിന്ന് നിന്നെ ഞാനാണ് വിടുവിച്ച് നിന്നെ വലിയൊരു ജാതിയാക്കിയത്. ഓർത്തോണം, എന്നെ നിങ്ങളെ വിടുവിച്ച ദൈവത്തിൻ്റെ ആ വലിയ ശക്തി മറക്കാതെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനം കാണുന്നു, കേൾക്കുന്നു. എല്ലാവർക്കും കൃപ നൽകട്ടെ. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ ആഴ്ചവട്ടത്തിൻ്റെ അവസാന ദിവസം ഞങ്ങളുടെ ഓർമ്മ, ഈ പുതിയ വർഷത്തിൻ്റെ, പുതിയ ആഴ്ചയുടെ അവസാനം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങളിരുന്ന് ഈ ആഴ്ചവട്ട കാലത്ത് ഞങ്ങൾ അനുഭവിച്ച എല്ലാ നന്മകൾക്ക് നന്ദി കരയറ്റി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ. കർത്താവേ, ഞങ്ങളുടെ ഓർമ്മ എപ്പോഴും ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി മാറ്റണമേ. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ, MP-മാർ, MLA-മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലുമാർ, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ലോകമ്പാട് സുവിശേഷം പ്രഘോഷിക്കുന്നവർ, വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്നുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകളും കോളേജുകളും ഓർഫനേജുകളും ജയിലുകളിൽ കഴിയുന്നവർ, ബെഡിഡനായിട്ടുള്ളവർ, വിശ്രമം ജീവിതം നയിക്കുന്നവർ, അധ്യാപകർ, പ്രഥമാധ്യാപകർ, വിദ്യാർത്ഥികൾ, പരിശുദ്ധാത്മാവിൽ ഞങ്ങളൊക്കെ ഞങ്ങളുടെ ജന്മഗ്രഹമൊന്ന് ഓർക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി ഒരുപോലെ പകർന്നാട്ട് യേശു മൂലം പ്രാർത്ഥന കേൾക്കണം. നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. തീരാത്ത കനിവിന്റെ കനലാണു തീക്കനൽ, അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ,